കഴിഞ്ഞ 10 വർഷത്തിനിടെ മോദി സർക്കാർ പരസ്യത്തിനായി ചിലവഴിച്ചത് 1203 കോടി രൂപ. തെരഞ്ഞെടുപ്പ് നടന്ന വർഷങ്ങളിലാണ് പരസ്യത്തിനായി ഏറ്റവും കൂടുതൽ തുക ചിലവഴിച്ചിരിക്കുന്നത്. വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിലാണ് ബിജെപി സർക്കാർ പരസ്യത്തിനായി ചിലവഴിച്ച കോടികളുടെ കണക്കുകൾ പുറത്തുവന്നിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നും മനീഷ് ഉണ്ട് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി. മനീഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കീർത്തി. മനീഷ്, മോദി സർക്കാരിന്റെ പരസ്യങ്ങളൊക്കെ തന്നെ നമ്മൾ കാണുന്നതാണ്. പ്രത്യേകിച്ച് ഈ ഒരു തെരഞ്ഞെടുപ്പ് വേളയിലൊക്കെ തന്നെ പരസ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ വിവരാവകാശ രേഖയിൽ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് അതിന്റെ കണക്കുകളൊക്കെ? കീർത്തി, നരേന്ദ്രമോദി സർക്കാരിൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണസമയത്ത് BJP അവരുടെ പരസ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുള്ള തുകയുടെ കണക്കുകളാണ് ഇപ്പോൾ വിവരാവകാശ നിയമപ്രകാരം പുറത്തു വന്നിട്ടുള്ളത്. എറണാകുളം സ്വദേശി വിവരാവകാശ കമ്മീഷന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയം ഇങ്ങനെ ഒരു കണക്ക് പുറത്തുവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നരേന്ദ്രമോദി സർക്കാർ പരസ്യത്തിന് വേണ്ടി മാത്രം ചെലവാക്കിയ തുകയാണ് 1203 കോടി രൂപ. ഇതിൽ ഏറ്റവും കൂടുതൽ തുക ചിലവഴിച്ചിരിക്കുന്നത് ഒന്നാം മോദി സർക്കാരിൻ്റെ സമയത്താണ്. 832 കോടിയോളം രൂപയാണ് ഒന്നാം മോദി സർക്കാരിൻ്റെ സമയത്ത് ചിലവഴിച്ചിരിക്കുന്നത്. രണ്ടാം മോദി സർക്കാരിൻ്റെ സമയത്ത് 370ഓളം കോടി രൂപയാണ് ചെലവിട്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ഈ 10 വർഷക്കാലത്തിനിടയിൽ ഏറ്റവും കൂടുതൽ തുക ചെലവിട്ടിരിക്കുന്നത് 2018-19 ആ വർഷത്തിലാണ്. ഏകദേശം 370 കോടിയോളം രൂപയാണ് ഈ ഒരു വർഷത്തിൽ മാത്രമായിട്ട് ചിലവാക്കിയിരിക്കുന്നത്. ഈ ഒരു വർഷമാണ് രണ്ടാം മോദി സർക്കാർ അധികാരത്തിലെത്തുന്നതിന് മുന്നോടിയായിട്ട് നടന്ന പ്രചരണവും പരസ്യങ്ങളും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു വർഷത്തിലാണ് നടന്നത്. രണ്ടാമത്തെ മോദി സർക്കാർ അധികാരത്തിൽ വന്നതും ഈ ഒരു സമയത്താണ്. പിന്നെ ഇപ്പോൾ ഈ രണ്ടാം മോദി സർക്കാരിൻ്റെ കാലയളവ് കഴിയാൻ പോകുന്ന ഈ ഒരു നടപ്പ് വർഷത്തിലും തീരാറാകുന്ന ഈ ഒരു നടപ്പ് വർഷത്തിലും 162 കോടിയോളം രൂപയാണ് ഈ പരസ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് സർക്കാർ ചെലവിട്ടിരിക്കുന്നത്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറയ്ക്കുകയും പിന്നെ ബജറ്റ് വിഹിതം ചുരുക്കുകയും നൽകാതിരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇത്തരത്തിലൊരു ധൂർത്തിൻ്റെ കണക്കുകൾ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്നത് തന്നെയാണ് കീർത്തി. ശരി, മനീഷാണ് ആ വിവരം.